ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ബൈബിൾ പഠന പാരായണത്തിൻ്റെ 72-ാം ദിവസത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ പ്രത്യേകമായി സംഖ്യയുടെ പുസ്തകം 24, 25 അധ്യായങ്ങളും നിയമാവർത്തനത്തിൻ്റെ 26-ാം അധ്യായവും സങ്കീർത്തനത്തിൻ്റെ 107-ാം അധ്യായവുമാണ് നമ്മുടെ പഠനത്തിനും വായനയ്ക്കും വിഷയമാക്കുന്നത്. സംഖ്യയുടെ പുസ്തകത്തിൻ്റെ 24, 25 അധ്യായങ്ങളിലൂടെ ആദ്യം നമുക്ക് കടന്നു പോകാം. 24-ാം അധ്യായത്തിൽ അതൊരു തുടർച്ചയാണ്. കഴിഞ്ഞ അധ്യായങ്ങളുടെ ബാലാക്ക് ഇസ്രായേലിനെ ശപിക്കാൻ വേണ്ടി ദൈവപുരുഷനായ ബാലാമിനെ ക്ഷണിച്ചു വരുത്തുകയാണ്. കഴിഞ്ഞ അധ്യായങ്ങൾ നമ്മൾ വായിച്ചു. യാത്രാമധ്യേ ബാലാമിൻ്റെ കഴുത യാത്ര തുടരാനാകാതെ താഴെക്കിടക്കുകയും ബാലാമിനെ തടയുകയും ചെയ്യുന്നുണ്ട്. പല പ്രാവശ്യം പല രീതിയിൽ അതിനെ മുന്നോട്ട് പോകാൻ പ്രേരിപ്പിച്ചിട്ടും അത് നടക്കാതെ വന്നപ്പോൾ ഈ കഴുത തന്നെ വാ തുറന്ന് ബാലാമിനോട് സംസാരിക്കുകയാണ് വഴിയിൽ നിൽക്കുന്ന ദൈവദൂതനെക്കുറിച്ച്. അപ്പോഴാണ് ബാലാം വഴിയിൽ ഊരിപ്പിടിച്ച വാളുമായി നിൽക്കുന്ന ദൈവദൂതനെ കാണുന്നത്. ആ ദൈവദൂതൻ ബാലാമിനോട് താൻ അനുഗ്രഹിക്കാൻ തിരഞ്ഞെടുത്ത ജനതയെ എങ്ങനെയാണ് ശപിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് തിരുത്തുകയും അതിൻ്റെ ഫലമായി ബാലാക്കിൻ്റെ അരികിലെത്തിയ ബാലാം ശപിക്കുന്നതിന് പകരം ആ ജനത്തെ അനുഗ്രഹിച്ചുകൊണ്ട് സംസാരിക്കുകയും ചെയ്യുന്നതാണ് ഇന്ന് ഈ 24-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. ഒരു ജനതയെ ശപിക്കാൻ വേണ്ടി ദൈവപുരുഷനെന്ന് കരുതപ്പെടുന്ന വ്യക്തിയെ ബാലാക്ക് ക്ഷണിച്ചു വരുത്തിയിട്ട് ആ ക്ഷണിക്കപ്പെട്ട ബാലാം ശപിക്കുന്നതിന് പകരം ആ ജനതയെ അനുഗ്രഹിച്ചുകൊണ്ട് സംസാരിക്കുകയാണ്. സ്വാഭാവികമായും ബാലാക്ക് കുപിതനായി. അദ്ദേഹം ബാലാമിനോട് തട്ടിക്കയറുകയും അദ്ദേഹത്തോടുള്ള തൻ്റെ ദേഷ്യം പ്രകടിപ്പിക്കുകയും ചെയ്യുമ്പോൾ ബാലാം അതിന് മറുപടിയായി ബാലാക്കിൻ്റെ നാശത്തെ പ്രവചിക്കുകയാണ്. അതാണ് 24-ാം അധ്യായം നമ്മുടെ മുമ്പിൽ പരിചയപ്പെടുത്തുക. 25-ാം അധ്യായത്തിൽ പറയുന്നത് ഇസ്രായേൽ ജനം തങ്ങളുടെ യാത്രക്കിടയിൽ മിദിയാൻകാരുമായി പരിചയത്തിലാവുകയും കൂടിക്കഴിയുകയും അവിടുത്തെ സ്ത്രീകളുമായി ബന്ധങ്ങളിൽ ഏർപ്പെടുകയും അതുവഴി ഇസ്രായേലിൻ്റെ പുരുഷന്മാർ മിദിയാൻകാരുടെ ദൈവങ്ങളെ സ്വീകരിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഒരു സംഭവം വിവരിക്കുകയാണ്. ഇതിൻ്റെ ഫലമായി ദൈവം അവരോട് കോപിക്കുകയും അവർക്കിടയിലേക്ക് ദുരിതങ്ങളും രോഗങ്ങളും കഷ്ടപ്പാടുകളും കടന്നു വരികയും ചെയ്യുന്നു. പിന്നീട് അവർ കൂടിയാലോചിച്ച് അതിനൊരു പരിഹാരം തേടുമ്പോൾ ആ തെറ്റ് ചെയ്ത വ്യക്തികളെ ഉന്മൂലനം ചെയ്യുക വഴി അവർ വീണ്ടും ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് കൂട്ടായ്മയിലേക്ക് തിരികെ വരുന്നു. അതിന് ന്യായാധിപന്മാർ മോശയുടെ നിർദ്ദേശപ്രകാരം നേതൃത്വം കൊടുക്കുന്നതാണ് 25-ാമത്തെ അധ്യായം നമ്മളിൽ അവതരിപ്പിക്കുന്നത്. ഇനി നിയമാവർത്തന പുസ്തകത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 26-ാം അധ്യായമാണ് നമ്മുടെ ധ്യാനം. വിളവുകളുടെ ആദ്യഫലം ദൈവത്തിന് സമർപ്പിക്കേണ്ടതിനെക്കുറിച്ചാണ് 26-ാമത്തെ അധ്യായം പറയുന്നത്. 2 ഘട്ടങ്ങളായിട്ടാണ് 26-ാം അധ്യായം അവതരിപ്പിക്കുന്നത്. ഒന്നാമത്തെ ഘട്ടത്തിൽ പുരോഹിതൻ്റെ അടുത്ത് ചെന്ന് കൃതജ്ഞതാബലി അർപ്പിക്കാൻ വേണ്ടി തങ്ങളുടെ ആദ്യ ഫലത്തിൽ നിന്ന് ശേഖരിച്ച വസ്തുക്കൾ പുരോഹിതനെ ഏൽപ്പിക്കുകയാണ്. അപ്പോൾ അവർ പറയുന്നത് പൂർവികരെ രക്ഷിച്ചു കൊണ്ടുവന്ന പരിപാലിച്ച ദൈവത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ടാണ് ഈ ബലിയർപ്പിക്കേണ്ടതെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് അവർ ആദ്യ ഫലത്തിൻ്റെ ഭാഗങ്ങൾ ദൈവത്തിന് വേണ്ടി പുരോഹിതന്മാരെ ഏൽപ്പിക്കുന്നത്. രണ്ടാം ഭാഗം തങ്ങളുടെ ഫലത്തിൻ്റെ ഭാഗങ്ങൾ ലേവ്യർക്കും അനാഥകർക്കും വിധവകൾക്കുമായി പങ്കുവെച്ചു കൊടുക്കാനുള്ള ഒരു പ്രേരണ, ഒരു കൽപ്പനയാണ് ആ ഭാഗത്ത് നമ്മൾ കാണുക. തങ്ങളുടെ ആദ്യ ഫലത്തിൻ്റെ ഭാഗത്തിൽ നിന്ന് ഒന്നാമത്തേത് പുരോഹിതന്മാരെ ഏൽപ്പിക്കുന്നു ദൈവത്തിന് ബലിയർപ്പിക്കാൻ. രണ്ടാമത്തേത് ലേവ്യർക്ക്, ദേവാലയ ശുശ്രൂഷികൾക്ക്, ദേവാലയവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവർക്ക്, അതുപോലെ തന്നെ അനാഥർക്ക്, ആരുമില്ലാതെ ജീവിക്കുന്നവർക്ക്, വിധവകൾക്ക്, ജീവിത പങ്കാളി നഷ്ടപ്പെട്ട് കുടുംബം ദാരിദ്ര്യത്തിലൂടെ കടന്നു പോകുന്നവർക്ക് അവരെല്ലാം സഹായിക്കാൻ വേണ്ടിയും തങ്ങളുടെ ആദ്യ ഫലങ്ങൾ ഉപയോഗിക്കണമെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് 26-ാമത്തെ അധ്യായം നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നത്. ഇനി സങ്കീർത്തന പുസ്തകത്തിലേക്ക് വരുമ്പോൾ അത് രക്ഷിക്കപ്പെട്ടവൻ്റെ കൃതജ്ഞതയാണ്. നാം ഈ നാളുകളിൽ മുഴുവൻ വായിക്കുമ്പോൾ മനസ്സിലാകും ഒരു കൃതജ്ഞതാ പ്രകടനം എപ്പോഴുമുണ്ട്, പ്രത്യേകിച്ച് പഴയ ഗ്രന്ഥങ്ങളുടെ പഴയ ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിൽ. അത് ദൈവം തങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ട കാര്യങ്ങളെ ഓർത്ത് ഏറ്റുപറഞ്ഞ് നന്ദി പറയുന്ന ഒരു പ്രകൃതം. നഗരങ്ങൾ കീഴടക്കിയതിനെക്കുറിച്ച്, രോഗങ്ങൾ മാറിയതിനെക്കുറിച്ച്, ദൈവം അവർക്ക് ഭക്ഷണം നൽകിയതിനെക്കുറിച്ച്, വരണ്ട ഭൂമി നദിയായി തീർന്നതിനെക്കുറിച്ച്, മുന്തിരിത്തോട്ടവും വയലും നൽകിയതിനെക്കുറിച്ച്, അങ്ങനെ ദൈവം അവരുടെ ജീവിതത്തിൽ അവർക്ക് അർഹതയില്ലാതിരുന്നിട്ട് കൂടി അവർക്ക് സമ്മാനിച്ച ഒരുപാട് നന്മകളെ ഓർത്തെടുത്ത് നന്ദി പറയുകയാണ് ഈ 107-ാം സങ്കീർത്തനത്തിലൂടെ. ഇനി നമ്മൾ ഈ 3 ഭാഗങ്ങളെയും ഒരുമിച്ച് വെച്ചുകൊണ്ട് ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ 4 കാര്യങ്ങളിലേക്ക് നമുക്കതിനെ കൊണ്ടുവരാം. ഒന്ന്, ദൈവം നൽകിയ നന്മകളെ ഓർത്തുകൊണ്ടേയിരിക്കുക എപ്പോഴും. 2, ദൈവത്തോട് ഒരു ബന്ധത്തിലായിരിക്കുക.
ആ ബന്ധം മുറിയാതെ സൂക്ഷിക്കുക. ബന്ധം മുറിയാനുള്ള ഇടങ്ങളെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യുക. 3, ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ജീവിക്കുക. 4, കരുണയിൽ തുടരുക. നന്മകളെ ഓർത്തെടുക്കുക, ദൈവത്തോട് ബന്ധത്തിലായിരിക്കുക, നന്ദി പറഞ്ഞുകൊണ്ട് ജീവിക്കുക, അവിടുത്തെ കരുണയിൽ തുടരുക. പ്രാർത്ഥനാപൂർവം നമുക്ക് ഈ തിരുവചന ഭാഗങ്ങൾ വായിക്കാം, ധ്യാനിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. അധ്യായം 24. ഇസ്രായേലിനെ അനുഗ്രഹിക്കുന്നത് കർത്താവിന് പ്രസാദകരമെന്ന് മനസ്സിലാക്കിയപ്പോൾ മുന്നവസരങ്ങളിൽ ചെയ്തതുപോലെ ശകുനം നോക്കാൻ പോകാതെ ബാലാം മരുഭൂമിയിലേക്ക് മുഖം തിരിച്ചു നിന്നു. അവൻ കണ്ണുകൾ ഉയർത്തി ഗോത്രങ്ങളനുസരിച്ച് ഇസ്രായേൽ പാളയമടിച്ചിരിക്കുന്നത് കണ്ടു. ദൈവത്തിന്റെ ആത്മാവ് അവന്റെ മേൽ ആവസിച്ചു. അവൻ പ്രവചിച്ചു പറഞ്ഞു: ബയോറിന്റെ മകൻ ബാലാമിന്റെ പ്രവചനം, ദർശനം ലഭിച്ചവന്റെ പ്രവചനം, ദൈവത്തിന്റെ വാക്കുകൾ ശ്രവിച്ചവൻ, സർവശക്തനിൽ നിന്ന് ദർശനം സിദ്ധിച്ചവൻ, തുറന്ന കണ്ണുകളോടെ സമാധിയിൽ ലയിച്ചവൻ പ്രവചിക്കുന്നു. യാക്കോബേ, നിന്റെ കൂടാരങ്ങൾ എത്ര മനോഹരം! ഇസ്രായേലേ, നിന്റെ പാളയങ്ങളും വിശാലമായ താഴ്വര പോലെയാണവ. നദീതീരത്തെ ഉദ്യാനങ്ങൾ പോലെയും കർത്താവ് നട്ട കാരകിൽ നിര പോലെയും നീർച്ചാലിനരികെയുള്ള ദേവദാരു പോലെയും അവന്റെ ഭരണികളിൽ നിന്ന് വെള്ളം കവിഞ്ഞൊഴുകും. വിത്തുകൾക്ക് സമൃദ്ധമായി ജലം ലഭിക്കും. അവന്റെ രാജാവ് അഗാഗിനേക്കാൾ ഉന്നതനായിരിക്കും. അവന്റെ രാജ്യം മഹത്വമണിയും. ദൈവം ഈജിപ്തിൽ നിന്ന് അവനെ കൊണ്ടുവന്നു. അവന് കാട്ടുപോത്തിന്റെ കരുത്തുണ്ട്. ശത്രുജനതകളെ അവൻ സംഹരിക്കും. അവരുടെ അസ്ഥികൾ അവൻ തകർക്കും. അവന്റെ അസ്ത്രങ്ങൾ അവരെ പിളർക്കും. സിംഹത്തെപ്പോലെയും സിംഹിയെപ്പോലെയും അവൻ പതുങ്ങിക്കിടക്കുന്നു. അവനെ ഉണർത്താൻ ആർക്ക് ധൈര്യമുണ്ടാകും? നിന്നെ അനുഗ്രഹിക്കുന്നവൻ അനുഗ്രഹീതൻ, നിന്നെ ശപിക്കുന്നവൻ ശാപഗ്രസ്തൻ. ബാലാമിനെതിരെ ബാലാക്കിന്റെ കോപം ജ്വലിച്ചു. അവൻ കൈ കൂട്ടിയടിച്ചുകൊണ്ട് പറഞ്ഞു: എന്റെ ശത്രുക്കളെ ശപിക്കാൻ ഞാൻ നിന്നെ കൊണ്ടുവന്നു. എന്നാൽ 3 പ്രാവശ്യവും നീ അവരെ അനുഗ്രഹിച്ചിരിക്കുന്നു. അതിനാൽ നിന്റെ ദേശത്തേക്ക് ഓടിക്കൊള്ളുക. വലിയ ബഹുമതികൾ നൽകാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ കർത്താവ് നിനക്കത് നിഷേധിച്ചിരിക്കുന്നു. ബാലാം അവനോട് പറഞ്ഞു: നിന്റെ ദൂതന്മാരോട് ഞാൻ പറഞ്ഞില്ലേ, ബാലാക്ക് തന്റെ വീട് നിറയെ പൊന്നും വെള്ളിയും തന്നാൽ പോലും കർത്താവിന്റെ കൽപ്പനയ്ക്കപ്പുറം സ്വമേധയാ നന്മയോ തിന്മയോ ചെയ്യാൻ എനിക്ക് സാധിക്കുകയില്ല. കർത്താവ് അരുളി ചെയ്യുന്നതെന്തോ അത് ഞാൻ പറയുമെന്ന്. ഇതാ, എന്റെ ജനത്തിന്റെ അടുത്തേക്ക് ഞാൻ മടങ്ങുന്നു. ഭാവിയിൽ ഇസ്രായേൽ നിന്റെ ജനത്തോട് എന്ത് ചെയ്യുമെന്ന് ഞാൻ അറിയിക്കാം. ബാലാം പ്രവചനം തുടർന്നു: ബയോറിന്റെ മകൻ ബാലാമിന്റെ പ്രവചനം, ദർശനം ലഭിച്ചവന്റെ പ്രവചനം, ദൈവത്തിന്റെ വാക്കുകൾ ശ്രവിച്ചവൻ, അത്യുന്നതന്റെ അറിവിൽ പങ്കുചേർന്നവൻ, സർവശക്തനിൽ നിന്ന് ദർശനം സിദ്ധിച്ചവൻ, തുറന്ന കണ്ണുകളോടെ സമാധിയിൽ ലയിച്ചവൻ പ്രവചിക്കുന്നു. ഞാൻ അവനെ കാണുന്നു, എന്നാൽ ഇപ്പോഴല്ല. ഞാൻ അവനെ ദർശിക്കുന്നു, എന്നാൽ അടുത്തല്ല. യാക്കോബിൽ നിന്ന് ഒരു നക്ഷത്രം ഉദിക്കും. ഇസ്രായേലിൽ നിന്ന് ഒരു ചെങ്കോൽ ഉയരും. അത് മൊവാബിന്റെ നെറ്റിത്തടം തകർക്കും. ക്ഷേത്തിന്റെ പുത്രന്മാരെ സംഹരിക്കുകയും ചെയ്യും. ഏദോം അന്യാധീനമാകും, ശത്രുവായ സെയീറും. ഇസ്രായേലോ സുധീരം മുന്നേറും. ഭരണം നടത്താനുള്ളവൻ യാക്കോബിൽ നിന്ന് വരും. പട്ടണങ്ങളിൽ അവശേഷിക്കുന്നവർ നശിപ്പിക്കപ്പെടും. അവൻ അമലേക്കിനെ നോക്കി പ്രവചിച്ചു: അമലേക്ക് ജനതകളിൽ ഒന്നാമനായിരുന്നു, എന്നാൽ അവസാനം അവൻ പൂർണ്ണമായി നശിക്കും. അവൻ കേന്യരെ നോക്കി പ്രവചിച്ചു: നിന്റെ വാസസ്ഥലം സുശക്തമാണ്. പാറയിൽ നീ കൂടുവച്ചിരിക്കുന്നു, എന്നാൽ നീ നശിച്ചു പോകും. അസൂർ നിന്നെ അടിമയായി കൊണ്ടുപോകും. ബാലാം പ്രവചനം തുടർന്നു: ഹാ ദൈവം, ഇത് ചെയ്യുമ്പോൾ ആര് ജീവനോടിരിക്കും? കിത്തിമിൽ നിന്ന് കപ്പലുകൾ പുറപ്പെടും. അസൂറിനെയും ഏബറിനെയും പീഡിപ്പിക്കും, എന്നാൽ അവനും നാശമടയും. ബാലാം സ്വദേശത്തേക്ക് മടങ്ങി. ബാലാക്ക് തന്റെ വഴിക്കും പോയി. അധ്യായം 25. ഷിത്തിമിൽ പാർക്കുമ്പോൾ മൊവാബി സ്ത്രീകളുമായി ഇസ്രായേൽ ജനം വേശ്യാവൃത്തിയിൽ ഏർപ്പെടാൻ തുടങ്ങി.
അവർ തങ്ങളുടെ ദേവന്മാരുടെ ബലികൾക്ക് ഇസ്രായേൽക്കാരെ ക്ഷണിച്ചു. അവർ അവരോട് ചേർന്ന് ഭക്ഷിക്കുകയും ദേവന്മാരെ ആരാധിക്കുകയും ചെയ്തു. അങ്ങനെ ഇസ്രായേൽ പെയോറിലെ ബാലിന് സേവ ചെയ്തു. അവർക്കെതിരെ കർത്താവിന്റെ കോപം ജ്വലിച്ചു. അവിടുന്ന് മോശയോട് അരുളി ചെയ്തു, ജനത്തിന്റെ തലവന്മാരെ പിടിച്ച് കർത്താവിന്റെ മുമ്പാകെ പരസ്യമായി തൂക്കിലിടുക. കർത്താവിന്റെ ഉഗ്രകോപം ജനങ്ങളിൽ നിന്ന് മാറിപ്പോകട്ടെ. മോശ ഇസ്രായേലിലെ ന്യായാധിപന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഓരോരുത്തരും പെയോറിലെ ബാലിന്റെ അടിമകളായി തീർന്ന നിങ്ങളുടെ ആളുകളെ വധിക്കുക. മോശയും സമാഗമ കൂടാര വാതിൽക്കൽ വിലപിച്ചുകൊണ്ട് നിന്ന ഇസ്രായേൽ ജനം മുഴുവനും കാണുകയും ഒരു ഇസ്രായേൽക്കാരൻ തന്റെ വീട്ടിലേക്ക് ഒരു മിദിയാൻ സ്ത്രീയെ കൂട്ടിക്കൊണ്ടുവന്നു. പുരോഹിതനായ അഹറോന്റെ പുത്രനായ എലയാസറിന്റെ പുത്രൻ ഫിനെഹാസ് ഇത് കണ്ട് എഴുന്നേറ്റ് ഒരു കുന്തവും എടുത്തുകൊണ്ട് സമൂഹത്തിൽ നിന്ന് പുറത്തുപോയി. ആ ഇസ്രായേലിന്റെ പുറകെ അവൻ അകത്തു ചെന്ന് അവരിരുവരുടെയും ഇസ്രായേലിന്റെയും സ്ത്രീയുടെയും ഉദരം തുളഞ്ഞു കടക്കും വിധം കുത്തി. അങ്ങനെ ഇസ്രായേൽ ജനത്തെ ബാധിച്ച മഹാമാരി നിലച്ചു. മഹാമാരി കൊണ്ട് മരണമടഞ്ഞവർ 24,000 പേരാണ്. കർത്താവ് മോശയോട് അരുളി ചെയ്തു, പുരോഹിതനായ അഹറോന്റെ പുത്രനായ എലയാസറിന്റെ മകൻ ഫിനെഹാസ് ഇസ്രായേൽ ജനത്തിന്റെ ഇടയിൽ എന്റെ തീഷ്ണതയ്ക്കൊത്തവണ്ണം പ്രവർത്തിച്ച് എന്റെ ക്രോധം അവരിൽ നിന്ന് അകറ്റിയിരിക്കുന്നു. അതിനാൽ കോപം ജ്വലിച്ച് ഞാൻ അവരെ സംഹരിച്ചില്ല. ആകയാൽ അവനുമായി ഞാൻ സമാധാനത്തിന്റെ ഉടമ്പടി സ്ഥാപിക്കുന്നു. അത് അവനും അവന് ശേഷം അവന്റെ സന്തതികൾക്കും നിത്യപൗരോഹിത്യത്തിന്റെ ഉടമ്പടിയായിരിക്കും. കാരണം അവൻ തന്റെ ദൈവത്തിനു വേണ്ടി തീഷ്ണത കാണിക്കുകയും ഇസ്രായേൽ ജനത്തിനു വേണ്ടി പ്രായശ്ചിത്തം അനുഷ്ഠിക്കുകയും ചെയ്തു. മിദ്യാൻകാരിയോടൊപ്പം വധിക്കപ്പെട്ട ഇസ്രായേല്യൻ ശിമയോൻ ഗോത്രത്തിൽപ്പെട്ട ഒരു കുടുംബത്തലവനായ സാലുവിന്റെ മകൻ സിമ്രി ആണ്. കൊല്ലപ്പെട്ട മിദ്യാൻകാരി മിദ്യാൻ വംശത്തിൽപ്പെട്ട ഒരു കുടുംബത്തലവനായ സൂറിന്റെ മകൾ കൊസ്ബി ആകുന്നു. കർത്താവ് മോശയോട് അരുളി ചെയ്തു, മിദിയാന്യരെ ആക്രമിച്ച് നിശേഷം സംഹരിക്കുക. കാരണം പെയോറിന്റെ കാര്യത്തിലും പെയോർ നിമിത്തമുണ്ടായ മഹാമാരിയുടെ നാളുകളിൽ വധിക്കപ്പെട്ട അവരുടെ സഹോദരിയും മിദിയാൻ പ്രമാണിയുടെ മകളുമായ കൊസ്ബിയുടെ കാര്യത്തിലും ചെയ്ത ചതിപ്രയോഗങ്ങളാൽ മിദിയാൻകാർ നിങ്ങളെ വളരെയധികം ക്ലേശിപ്പിച്ചു. അധ്യായം 26. നിന്റെ ദൈവമായ കർത്താവ് നിനക്കവകാശമായി തരുന്ന ദേശത്ത് ചെന്ന് അത് കൈവശമാക്കി അതിൽ വാസമുറപ്പിക്കുമ്പോൾ അവിടെ നിന്റെ നിലത്തുണ്ടാകുന്ന എല്ലാ വിളവുകളുടെയും ആദ്യ ഫലത്തിൽ നിന്ന് കുറെയെടുത്ത് ഒരു കുട്ടയിലാക്കി നിന്റെ ദൈവമായ കർത്താവ് തന്റെ നാമം സ്ഥാപിക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകണം. അന്ന് ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതന്റെ അടുത്ത് ചെന്ന് നീ ഇപ്രകാരം പറയണം: ഞങ്ങൾക്ക് തരുമെന്ന് കർത്താവ് ഞങ്ങളുടെ പിതാക്കന്മാരോട് വാഗ്ദാനം ചെയ്തിരുന്ന സ്ഥലത്ത് ഞാൻ വന്നിരിക്കുന്നുവെന്ന് നിന്റെ ദൈവമായ കർത്താവിനോട് ഞാൻ ഇന്ന് ഏറ്റു പറയുന്നു. പുരോഹിതൻ ആ കുട്ട നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി നിന്റെ ദൈവമായ കർത്താവിന്റെ ബലിപീഠത്തിന് മുൻപിൽ വയ്ക്കട്ടെ. പിന്നീട് നിന്റെ ദൈവമായ കർത്താവിന്റെ സന്നിധിയിൽ നീ ഇങ്ങനെ പറയണം: അലയുന്ന ഒരു അരമായനായിരുന്നു എന്റെ പിതാവ്. ചുരുക്കം പേരോടുകൂടെ അവൻ ഈജിപ്തിൽ ചെന്ന് അവിടെ പരദേശിയായി പാർത്തു. അവിടെ അവൻ മഹത്തും ശക്തവും അസംഖ്യവുമായ ഒരു ജനമായി വളർന്നു. എന്നാൽ ഈജിപ്തുകാർ ഞങ്ങളോട് ക്രൂരമായി പെരുമാറുകയും ഞങ്ങളെ മർദ്ദിക്കുകയും ഞങ്ങളെക്കൊണ്ട് അടിമവേല എടുപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചു. അവിടുന്ന് ഞങ്ങളുടെ നിലവിളി കേട്ടു. ഞങ്ങൾ അനുഭവിക്കുന്ന നിന്ദയും ക്ലേശവും മർദ്ദനവും അവിടുന്ന് കണ്ടു. ശക്തമായ കരം നീട്ടി ഭീതിജനകമായ അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിച്ച് കർത്താവ് ഞങ്ങളെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ചു. ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് തേനും പാലും ഒഴുകുന്ന ഈ ദേശം ഞങ്ങൾക്ക് തരികയും ചെയ്തു. ആകയാൽ കർത്താവേ, ഇതാ അവിടുന്ന് എനിക്ക് തന്നിട്ടുള്ള നിലത്തിന്റെ ആദ്യഫലം ഞാനിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നു. അനന്തരം കുട്ട നിന്റെ ദൈവമായ കർത്താവിന്റെ സന്നിധിയിൽ വെച്ച് അവിടുത്തെ ആരാധിക്കണം. അവിടുന്ന് നിങ്ങൾക്കും കുടുംബങ്ങൾക്കും തന്നിട്ടുള്ള എല്ലാ നന്മയെയും പ്രതി
നിങ്ങളും ലേവ്യരും നിങ്ങളുടെ മധ്യേയുള്ള പരദേശിയും സന്തോഷിക്കണം. ദശാംശത്തിന്റെ വർഷമായ 3-ാം വർഷം എല്ലാ വിളവുകളുടെയും ദശാംശമെടുത്ത് നിന്റെ പട്ടണത്തിലുള്ള ലേവ്യർക്കും പരദേശികൾക്കും അനാഥർക്കും വിധവകൾക്കും നൽകണം. അവർ ഭക്ഷിച്ച് തൃപ്തരാകുമ്പോൾ നിന്റെ ദൈവമായ കർത്താവിന്റെ മുൻപിൽ ഇപ്രകാരം പറയണം: അങ്ങ് എനിക്ക് നൽകിയിട്ടുള്ള കൽപ്പനകളെല്ലാം അനുസരിച്ച് അവിടത്തേക്ക് സമർപ്പിക്കപ്പെട്ടവയെല്ലാം എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ലേവ്യനും പരദേശിക്കും അനാഥനും വിധവയ്ക്കും ഞാൻ കൊടുത്തിരിക്കുന്നു. ഞാൻ അങ്ങയുടെ കൽപ്പനയൊന്നും ലംഘിക്കുകയോ മറന്നു കളയുകയോ ചെയ്തിട്ടില്ല. എൻ്റെ വിലാപവേളയിൽ അതിൽ നിന്ന് ഭക്ഷിച്ചിട്ടില്ല. അശുദ്ധനായിരുന്നപ്പോൾ അതിൽ ഞാൻ സ്പർശിച്ചിട്ടില്ല. മരിച്ചവന് വേണ്ടി അതിൽ നിന്ന് ഒന്നും കൊടുത്തിട്ടുമില്ല. ഞാൻ എൻ്റെ ദൈവമായ കർത്താവിൻ്റെ വാക്ക് കേട്ട് അവിടുന്ന് എന്നോട് കൽപ്പിച്ചതുപോലെ ചെയ്തിരിക്കുന്നു. അങ്ങ് വസിക്കുന്ന വിശുദ്ധ സ്ഥലമായ സ്വർഗത്തിൽ നിന്ന് കടാക്ഷിക്കണമേ. അങ്ങയുടെ ജനമായ ഇസ്രായേലിനെയും ഞങ്ങളുടെ പിതാക്കന്മാരോട് ചെയ്ത ശപഥമനുസരിച്ച് അങ്ങ് ഞങ്ങൾക്ക് നൽകിയ നാടായ പാലും തേനും ഒഴുകുന്ന ഈ ദേശത്തെയും അനുഗ്രഹിക്കണമേ. ഈ ചട്ടങ്ങളും വിധികളും ആചരിക്കാൻ ഇന്നേ ദിവസം നിന്റെ ദൈവമായ കർത്താവ് നിന്നോട് കൽപ്പിക്കുന്നു. നീ അവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും കൂടെ ശ്രദ്ധാപൂർവം കാത്തുപാലിക്കണം. കർത്താവാണ് നിന്റെ ദൈവമെന്നും നീ അവിടുത്തെ മാർഗത്തിലൂടെ ചരിക്കുകയും അവിടുത്തെ ചട്ടങ്ങളും കൽപ്പനകളും നിയമങ്ങളും അനുസരിക്കുകയും അവിടുത്തെ സ്വരം ശ്രവിക്കുകയും ചെയ്യുമെന്നും ഇന്ന് നീ പ്രഖ്യാപിച്ചിരിക്കുന്നു. തന്റെ വാഗ്ദാനമനുസരിച്ച് നീ തന്റെ പ്രത്യേക ജനമാണെന്നും തന്റെ കൽപ്പനകളെല്ലാം അനുസരിക്കണമെന്നും ഇന്ന് കർത്താവ് നിന്നോട് പ്രഖ്യാപിച്ചിരിക്കുന്നു. മാത്രമല്ല, താൻ സൃഷ്ടിച്ച സകല ജനതകൾക്കുമുള്ളതിനേക്കാൾ ഉന്നതമായ നാമവും ബഹുമതിയും അവിടുന്ന് നിങ്ങൾക്ക് നൽകും. അവിടുന്ന് അരുളി ചെയ്തിട്ടുള്ളതുപോലെ നിന്റെ ദൈവമായ കർത്താവിന് നീ ഒരു വിശുദ്ധ ജനമായിരിക്കുകയും ചെയ്യും. സങ്കീർത്തനം 107. രക്ഷിക്കപ്പെട്ടവന്റെ കൃതജ്ഞതാഗീതമാണ് 107-ാം സങ്കീർത്തനം. ജീവിതത്തിലെ കാറ്റും കോളും കടന്നു പോവുക തന്നെ ചെയ്യും. അപ്പോൾ കൃതജ്ഞതാഗീതികൾ സ്വയം ഉയരും. കർത്താവിനു നന്ദി പറയുവിൻ, അവിടുന്ന് നല്ലവനാണ്. അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. കർത്താവിനാൽ രക്ഷിക്കപ്പെട്ടവർ ഇങ്ങനെ പറയട്ടെ: കഷ്ടതയിൽ നിന്നവിടുന്നവരെ രക്ഷിച്ചു. ദേശങ്ങളിൽ നിന്ന് കിഴക്കുനിന്നും പടിഞ്ഞാറുനിന്നും വടക്കുനിന്നും തെക്കുനിന്നും അവിടുന്നവരെ ഒന്നിച്ചു കൂട്ടി. വാസയോഗ്യമായ നഗരത്തിലേക്ക് വഴി കണ്ടെത്താതെ ചിലർ മരുഭൂമിയിൽ അലഞ്ഞു നടന്നു. വിശന്നും ദാഹിച്ചും അവർ വലഞ്ഞു. അപ്പോൾ
കഷ്ടതയിൽ അവർ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. അവരുടെ കഷ്ടതയിൽ നിന്ന് അവിടുന്നവരെ രക്ഷിച്ചു. വാസയോഗ്യമായ നഗരത്തിലെത്തുവോളം അവരെ അവിടുന്ന് നേർവഴിക്കു നയിച്ചു. അവർ കർത്താവിന് അവിടുത്തെ കാരുണ്യത്തെ പ്രതിയും മനുഷ്യമക്കൾക്കായി അവിടുന്നു ചെയ്ത അത്ഭുതങ്ങളെ പ്രതിയും നന്ദി പറയട്ടെ. എന്തെന്നാൽ അവിടുന്ന് ദാഹാർത്തനു തൃപ്തി വരുത്തുകയും വിശപ്പുള്ളവന് വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തിയുളവാക്കുകയും ചെയ്യുന്നു. പീഡിതരും ബന്ധിതരുമായി ചിലർ അന്ധകാരത്തിലും മരണത്തിന്റെ നിഴലിലും ഇരുന്നു. എന്തെന്നാൽ അവർ ദൈവത്തിന്റെ വാക്കുകൾ ധിക്കരിച്ചു, അത്യുന്നതന്റെ ഉപദേശം നിരസിച്ചു. അടിമവേല കൊണ്ട് അവരുടെ മനം ഇടിഞ്ഞു, അവർ വീണു. സഹായിക്കാനാരുമുണ്ടായില്ല. അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനോടു നിലവിളിച്ചപേക്ഷിച്ചു. അവിടുന്നവരെ ഞെരുക്കങ്ങളിൽ നിന്നു രക്ഷിച്ചു. അന്ധകാരത്തിൽ നിന്നും മരണത്തിൻ്റെ നിഴലിൽ നിന്നും അവിടുന്നവരെ പുറത്തു കൊണ്ടുവന്നു. അവരുടെ ബന്ധനങ്ങൾ പൊട്ടിച്ചെറിഞ്ഞു. അവർ കർത്താവിന് അവിടുത്തെ കാരുണ്യത്തെ പ്രതിയും മനുഷ്യമക്കൾക്കായി അവിടുന്നു ചെയ്ത അത്ഭുതങ്ങളെ പ്രതിയും നന്ദി പറയട്ടെ. എന്തെന്നാൽ അവിടുന്ന് പിച്ചളവാതിലുകൾ തകർക്കുന്നു, ഇരുമ്പോടാമ്പലുകളെ ഒടിക്കുന്നു. പാപകരമായ മാർഗങ്ങൾ പിന്തുടർന്ന് ചിലർ രോഗികളായി തീർന്നു. തങ്ങളുടെ അകൃത്യങ്ങളാൽ അവർ ദുരിതത്തിലായി. അവർ എല്ലാ ഭക്ഷണത്തെയും വെറുത്തു. അവർ മൃത്യു കവാടങ്ങളെ സമീപിച്ചു. അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചു. അവിടുന്നവരെ ഞെരുക്കങ്ങളിൽ നിന്നു രക്ഷിച്ചു. അവിടുന്ന് തൻ്റെ വചനമയച്ച് അവരെ സൗഖ്യമാക്കി വിനാശത്തിൽ നിന്ന് വിടുവിച്ചു. അവർ കർത്താവിന് അവിടുത്തെ കാരുണ്യത്തെ പ്രതിയും മനുഷ്യമക്കൾക്കായി അവിടുന്നു ചെയ്ത അത്ഭുതങ്ങളെ പ്രതിയും നന്ദി പറയട്ടെ.
അവർ കൃതജ്ഞതാ ബലി അർപ്പിക്കട്ടെ. ആനന്ദഗീതമാലപിച്ച് അവിടുത്തെ പ്രവർത്തികളെ പ്രകീർത്തിക്കട്ടെ. ചിലർ സമുദ്രവ്യാപാരം ചെയ്യാൻ കപ്പലുകളിൽ പുറപ്പെട്ടു. അവർ കർത്താവിന്റെ പ്രവർത്തികൾ ആഴിയിൽ അവിടുന്ന് പ്രവർത്തിച്ച അത്ഭുതങ്ങൾ കണ്ടു. അവിടുന്ന് കൽപ്പിച്ചപ്പോൾ കൊടുങ്കാറ്റു വീശി സമുദ്രത്തിൽ തിരമാലകൾ ഉയർന്നു. അവ ആകാശത്തോളം ഉയർന്നു വീണ്ടും ആഴങ്ങളിലേക്കു താണു. ഈ അപകടത്തിൽ അവരുടെ ധൈര്യം ചോർന്നുപോയി. അവർ ഉന്മത്തരെ പോലെ ആടിയുലയുകയും വേച്ചു നടക്കുകയും ചെയ്തു. എന്തു ചെയ്യണമെന്നവർ അറിഞ്ഞില്ല. അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചു. അവിടുന്നവരെ ഞെരുക്കങ്ങളിൽ നിന്നു വിടുവിച്ചു. അവിടുന്ന് കൊടുങ്കാറ്റിനെ ശാന്തമാക്കി. തിരമാലകൾ ശമിച്ചു. ശാന്തത വന്നതുകൊണ്ടവർ സന്തോഷിച്ചു. അവർ ആഗ്രഹിച്ച തുറമുഖത്ത് അവിടുന്നവരെ എത്തിച്ചു. അവർ കർത്താവിന് അവിടുത്തെ കാരുണ്യത്തെ പ്രതിയും മനുഷ്യമക്കളിൽ അവിടുന്ന് ചെയ്ത അത്ഭുതങ്ങളെ പ്രതിയും നന്ദി പറയട്ടെ. ജനത്തിന്റെ സഭയിൽ അവർ അവിടുത്തെ മഹത്വപ്പെടുത്തട്ടെ. ശ്രേഷ്ഠന്മാരുടെ സഭയിൽ അവിടുത്തെ പ്രകീർത്തിക്കട്ടെ. ശ്രേഷ്ഠന്മാരുടെ സഭയിൽ അവിടുത്തെ പ്രകീർത്തിക്കട്ടെ. അവിടുന്ന് നദികളെ മരുഭൂമിയായും നീരുറവകളെ വരണ്ട നിലമായും മാറ്റുന്നു. അവിടുന്ന് ഫലപുഷ്ടിയാർന്ന് ഭൂമിയെ ഓരു നിലമാക്കുന്നു. ഇതെല്ലാം ദേശവാസികളുടെ ദുഷ്ടത നിമിത്തമാണ്. അവിടുന്ന് മരുഭൂമിയെ തടാകങ്ങളായും വരണ്ട ഭൂമിയെ നീരുറവകളായും മാറ്റുന്നു. അവിടുന്ന് വിശക്കുന്നവരെ അവിടെ പാർപ്പിക്കുന്നു. അവിടെ താമസിക്കാൻ അവർ ഒരു നഗരം സ്ഥാപിക്കുന്നു. അവർ വയലുകളിൽ വിതയ്ക്കുകയും മുന്തിരിത്തോട്ടങ്ങൾ വച്ചു പിടിപ്പിക്കുകയും സമൃദ്ധമായി വിളവു നേടുകയും ചെയ്യുന്നു. അവിടുത്തെ അനുഗ്രഹം കൊണ്ട് അവരുടെ എണ്ണം പെരുകി. അവരുടെ കന്നുകാലികൾ കുറഞ്ഞു പോകാൻ അവിടുന്ന്
സമ്മതിച്ചില്ല. പീഡനവും കഷ്ടതകളും സങ്കടവും കൊണ്ട് എണ്ണം കുറഞ്ഞവർ ദുർബലരായി. അപ്പോൾ അവിടുന്ന് പ്രഭുക്കന്മാരെ നിന്നാപാത്രങ്ങളാക്കുകയും വഴിയില്ലാത്ത ശൂന്യപ്രദേശങ്ങളിൽ ഉഴലാനവർക്ക് ഇടവരുത്തുകയും ചെയ്തു. എന്നാൽ പാവപ്പെട്ടവരെ അവിടുന്ന് പീഡനത്തിൽ നിന്ന് കരകയറ്റി. ആട്ടിൻ പറ്റത്തെ എന്ന പോലെ അവരുടെ കുടുംബങ്ങളെ വർദ്ധിപ്പിച്ചു. പരമാർത്ഥ ഹൃദയർ ഇതു കണ്ടു സന്തോഷിക്കുന്നു. ദുഷ്ടർ മൗനം പാലിക്കുകയും ചെയ്യുന്നു. വിവേകമുള്ളവർ ഇതു ശ്രദ്ധിച്ചു ഗ്രഹിക്കട്ടെ. മനുഷ്യർ കർത്താവിൻ്റെ കാരുണ്യത്തെപ്പറ്റി ചിന്തിക്കട്ടെ. മനുഷ്യർ കർത്താവിൻ്റെ കാരുണ്യത്തെപ്പറ്റി ചിന്തിക്കട്ടെ.